like to invite Jisha Benny to deliver the welcome speech. Good morning. എല്ലാവർക്കും നമസ്കാരം. ഇടവക വികാരി ബഹുമാനപ്പെട്ട അജി കെ വർഗീസ് അച്ഛൻ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, SMIOC കപ്പിൾ ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓണാഘോഷങ്ങൾക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. ഒത്തുചേരലിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും അവസരങ്ങളാണ് ഓരോ ഓണാഘോഷവും. അത്തപ്പൂക്കളമിട്ട് ഓണസദ്യ ഒരുക്കി ഓണപ്പാട്ടുകളും ഓണക്കളികളുമായി നമുക്ക് ഒരു മനമോടെ ഓണത്തപ്പനെ വരവേൽക്കാം. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവരെയും ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ ചുമതല. ഓണാഘോഷങ്ങൾക്ക് തുടക്കം മുതൽ ഞങ്ങളോടൊപ്പം നിന്ന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ഇത് വിജയിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട അജിയച്ഛനെ ഏറ്റവും ബഹുമാനത്തോടെ കപ്പിൾ ഫെലോഷിപ്പിൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലും ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ കൂടെ ഓണം ആഘോഷിക്കാൻ നാട്ടിൽ നിന്നും കൃത്യസമയത്ത് എത്തിച്ചേർന്ന കൊച്ചമ്മയെയും ഞങ്ങൾ സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന SMIOCയുടെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങളെയും അതിഥികളായി എത്തിയിരിക്കുന്ന മാതാപിതാക്കളെയും ഫ്രണ്ട്സിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആധ്യാത്മിക സംഘടനാ ഭാരവാഹികൾ എല്ലാവരെയും ഓണാഘോഷ പരിപാടിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഓണാഘോഷ പരിപാടി വൻ വിജയമാക്കി തീർക്കുവാൻ ദിവസങ്ങളായി പ്രാക്ടീസ് നടത്തി ഇന്നിവിടെ പെർഫോം ചെയ്യാൻ എത്തിയിരിക്കുന്ന എല്ലാവരെയും കപ്പിൾ ഫെലോഷിപ്പിൻ്റെ പേരിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വന്നിരിക്കുന്ന ഏവരും കുടുംബത്തോടൊപ്പം ഇവിടെ നടക്കുന്ന ആഘോഷങ്ങളിലും ശേഷമുള്ള വിഭവസമൃദ്ധമായ ഓണസദ്യയിലും പങ്കെടുത്ത് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു പൊന്നോണ ദിനമായി ഈ ദിവസം തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ടും ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധവുമായ ഓണാശംസകൾ നേർന്നുകൊണ്ടും വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. To officially light the lamp and mark the beginning of our celebrations, I would like to welcome our beloved Ajiyachan, Alex Kaluparaklankal and Jisha Benny Aunty to light the lamp. Let's give them a warm round of applause. ഏവർക്കും പ്രഭാതത്തിൻ്റെ എല്ലാ നമസ്കാരങ്ങളും നേരുന്നു. ഓണം ഓർമ്മയുടേതാണ്. ഓണം പ്രകൃതിയുടേതാണ്. ഓണം പൂക്കളുടേതാണ്. ഓണം ഒരുമിപ്പിൻ്റേതാണ്. ഓണം പങ്കുവെക്കലിൻ്റേതാണ്. ഓണം വലിയ ജീവിതത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. പണ്ട് കാലഘട്ടങ്ങളിൽ പട്ടിണിയുടെ പരിവട്ടനത്തിൽ ആയിരുന്ന കുടുംബങ്ങൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുവാനുള്ള ഒരു സുദിനമായിരുന്നു തിരുവോണം. അതുകൊണ്ടാണ് പൊന്നോണമെന്നൊക്കെ പറയുന്നത്. കാരണം വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവം കൂടിയായിരുന്നു. അന്ന് കാലഘട്ടങ്ങളിൽ വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളിൽ നിന്നും കൊയ്തെടുക്കുന്ന അരിമണികൾ, അതുപോലെ മറ്റു ധാന്യങ്ങളൊക്കെയും നമ്മളിൽ നിന്നും വാങ്ങുവാൻ വരുന്നവർ പൊന്നു തന്നിട്ടാണ് അരിയും മറ്റ് സാധനങ്ങളും വാങ്ങിക്കുന്നത്. അതുകൊണ്ട് വീട്ടിൽ അല്പം പൊന്ന് കിട്ടുന്ന ദിവസത്തെ നാട്ടുകാർ വിളിച്ചു പൊന്നോണം. ഞാൻ പറഞ്ഞുവല്ലോ, ഒരു ഓർമ്മപ്പെടുത്തലാണ്. അരമുറിക്ക് മുറുക്കി കൊടുത്ത് പട്ടിണിയുടെ പരിവേട്ടത്തിലായിരിക്കുന്ന കുടുംബങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് തൃപ്തിയണയുന്ന ദിവസത്തിൽ അത് നല്ല ഓർമ്മയുടെ കാലഘട്ടമാണ്. അടുക്കളയിൽ കരിപുരണ്ട അമ്മയുടെ വേഷങ്ങൾ ഒന്നു മാറി നിറമുള്ള വേഷങ്ങൾ അണിയുന്ന ഒരു ദിവസമാണ്. അവിടെ എന്നും ഓണമില്ല, പക്ഷെങ്കിൽ വർഷത്തിലൊരിക്കലാണ്. ഇന്ന് നമുക്കൊക്കെയും ഓണം എല്ലാ ദിവസങ്ങളിലുമാണ്. ഭക്ഷണങ്ങൾ യഥേഷ്ടമുണ്ട്, വസ്ത്രങ്ങൾ എന്നും മാറാം. പക്ഷെങ്കിൽ ഇന്ന് ഒത്തുചേരലിൻ്റെ ആഹ്ലാദ നിമിഷങ്ങൾ കുറവാണ്. നമ്മുടെ ജീവിതത്തിൽ പഴമയിൽ ക്ഷാമമുണ്ടായിരുന്നുവെങ്കിലും ഇന്ന് ക്ഷാമമില്ല, പക്ഷെങ്കിൽ ആഹ്ലാദം കുറഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഇന്ന് ഒത്തുചേരൽ ആഹ്ലാദത്തിൻ്റെ സുദിനം കൂടിയാണ്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ ആർത്തട്ടഹസിക്കുകയും
സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വലുതാണ്. എന്നും കാണുന്നതിനേക്കാൾ സുന്ദരന്മാരായി ഇന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ വേഷവിധാനങ്ങൾ എത്ര സുന്ദരമെന്നുള്ളത് ഇന്നിവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഓർക്കുക, ഏത് വേഷം ധരിച്ചാലും ഇത്രയും സുന്ദരികൾ നിങ്ങളാകുമോ? ഇന്നാണ് സത്യത്തിൽ സുന്ദരന്മാരും സുന്ദരിമാരുമായത്. ഇത് ഒരുമിപ്പിൻ്റേതാണ്. നമുക്കറിയാം, ഓണം പൂക്കളുടേതാണ്. പ്രകൃതി പോലും പൂക്കൾ അണിഞ്ഞു നിൽക്കുകയാണ്. ഒരുപക്ഷെ മെൽബണിലും ഇന്ന് പൂക്കളുടെ കാലഘട്ടമാണ്. നമ്മുടെ ജീവിതത്തിലും ആ പൂക്കൾ സൗന്ദര്യം പുലർത്തുന്ന ജീവിതങ്ങളാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു ഓണം ആഹ്ലാദത്തിൻ്റെതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എനിക്ക് ഇതിലേറ്റവും കൂടുതൽ പറയാനായിട്ടുള്ളത് ഒറ്റ കാര്യമാണ്. ഇന്ന് നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ ഇതിൻ്റെ പിമ്പിൽ അധ്വാനിച്ച ഒരുപാട് പേരുണ്ട്. ഒരു 2 മാസം കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന നിങ്ങളെ ഞാൻ സന്തോഷത്തോടു കൂടി കാണുന്നു. ഇവിടെ കാണിച്ച ഒരു ആർട്ട് രൂപം തുടക്കം ഗംഭീരമായിട്ടുണ്ട്. നല്ല ഒരു ക്ലാപ്പ് കൊടുക്കണം അതിന്. ഒരു കുഞ്ഞ് ചിരിച്ചുകൊണ്ട് നിന്നപ്പോൾ സത്യത്തിൽ പൂവിടരുന്ന സൗന്ദര്യം. അതിനുശേഷം നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന ഈ പറഞ്ഞതുപോലെ പമ്പയുടെ ഓളങ്ങളിലൊക്കെയുമുള്ള വള്ളംകളി, അതുപോലെ നാടൻ സ്ത്രീയുടെ വേഷവിധാനങ്ങൾ, ഡാൻസ് കളിച്ച് തെയ്യത്തിൻ്റെ പൂർണ്ണത, ഇതൊക്കെ ചേർന്നപ്പോൾ അത് ഏറ്റവും ഗംഭീരമായ തുടക്കമായി. ഇതിന് അധ്വാനിച്ചവരെ ഞാൻ കാണുകയാണ്. 45 പേരൊക്കെ നിൽക്കുന്ന പ്രോഗ്രാമുകൾ ഇവിടെ ഉണ്ട്. യൂത്ത് കഷ്ടപ്പെട്ട് പഠിച്ചു, ഒരുപാട് പേര് അധ്വാനിച്ചു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശിരസ് നമിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് ഓർഗനൈസ് ചെയ്ത ആളുകൾ, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ 3 മണിക്ക് കിടന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അത് ഒരു ദിവസമല്ല, കഴിഞ്ഞ കുറേ ദിവസമായി ഇതിനെ ഓർഗനൈസ് ചെയ്യുവാൻ തക്കവണ്ണം, ഇതൊന്ന് ഈ ഓഡിറ്റോറിയത്തിലേക്ക് ഒന്ന് ഒത്തുകൊണ്ടുവരാൻ തക്കവണ്ണം അധ്വാനിച്ച ഫാമിലി ഫെലോഷിപ്പിൻ്റെ ആൾക്കാർ, അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ ട്രസ്റ്റി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ കഠിനാധ്വാനം ചെയ്തു എന്ന് നമുക്കറിയാം. ഇന്ന് അച്ഛൻ ഇവിടെ നിൽക്കുന്നുവെങ്കിൽ അച്ഛൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെങ്കിൽ ചെയ്ത പിമ്പിൽ നിൽക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകളുണ്ട്. അവരെ ഞാൻ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. ഏറ്റവും വലിയ ക്ലാപ്പ് അവർക്കും ഈ സമയത്ത് നൽകുക. ഓണത്തിൻ്റെ ഒരുക്കത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഭക്ഷണമാണ്. വിഭവസമർത്ഥമായ ഭക്ഷണം. നമുക്കറിയാം, ആദ്യം പരിപ്പിൻ്റെ ഒരു കൂന, അത് കഴിയുമ്പോൾ സാമ്പാറിൻ്റെ മറ്റൊരു കുന്ന്, അത് കഴിയുമ്പോൾ മോരിൻ്റെ മറ്റൊരു കുന്ന്. ഇതൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ വിശന്ന് നിൽക്കുമ്പോൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അതെല്ലാം ചേർന്ന് ഈ പകൽക്കാലം ഏറ്റവും സന്തോഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ദൈവനാമത്തിൽ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. അവസാനം ഒറ്റ വാക്കുകൊണ്ട് ഞാൻ പൂർത്തീകരിക്കുകയാണ്. ഈ ഓണം മഹാജീവിതത്തിൻ്റെ ഒരു സന്ദേശം കൂടിയാണ്. ആർക്കോ വേണ്ടി ശിരസ് നമിച്ചുകൊണ്ട് അവർക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഇടം കാട്ടിക്കൊടുത്ത മഹാബലിയുടെ ഒരു സന്ദേശം. നമ്മുടെ ജീവിതവും ഒരു ബലിയാണ്. ഈ ജീവിതം ആർക്കോ വേണ്ടി പകർന്നു കൊടുക്കുന്ന ഏറ്റവും സന്ദേശം നിറഞ്ഞ നിമിഷങ്ങളാണ്. അതാകട്ടെ ഈ ജീവിതം. പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണത്തിൻ്റെ ആശംസകൾ. നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ വർഷത്തെ ഓണം ഇവിടെ തുടക്കം കുറിക്കുന്നു. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഇവിടെ തുടക്കം കുറിച്ചതായിട്ട് പ്രഖ്യാപിക്കുവാൻ തക്കോണം ഈ തിരികൾ തെളിയിക്കും. ഒരു കുഞ്ഞും കൂടെ ഒന്ന് കയറി വന്നിട്ട്. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു, വെളിവിയടിയാറഖില ധാരമതാ വെളിവും നീ കാന്ത്യ ഞങ്ങള നീ താതൻ കതിരേ ശോഭിപ്പിക്കെന്നും വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധേ പരിശുദ്ധ വേണ്ട കഷ്ട
കഷ്ടത വീൺ ചിന്തയുമടിയാറിന്നൊഴിക്കാം സൽക്രിയകൾക്കു മന ശുദ്ധ്യാ സംഗതി വരണേ ഞങ്ങൾക്ക് ഹാബീലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയ